നമസ്കാരം. കെഎംസിൻ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടൻ. ചരിത്രം കുറിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായ 5 തവണ നെഹ്റു ട്രോഫി നേടുന്ന ക്ലബ്ബായി പള്ളാത്തുരുത്തി. ചേർത്തല നഗരസഭ കൃഷിഭവൻ നാഥനില്ലാ കളരിയാകുന്നു എന്ന ആരോപണം. ഓഫീസിൽ പ്രധാന ഉദ്യോഗസ്ഥനില്ലാത്തത് മൂലം കർഷകർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന പരാതി തുടങ്ങിയിട്ട് മാസങ്ങളാകും. വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച സംഭവം CK ആശയ MLA അപമാനിച്ച വൈക്കം സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവിയാണ് സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള സർവീസ് ക്യാമ്പ് ചേർത്തലയിൽ നടന്നു. ചേർത്തല ടൗൺ NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് കാരിച്ചാൽ ചുണ്ടൻ. ചരിത്രം കുറിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായി 5 തവണ നെഹ്റു ട്രോഫി നേടുന്ന ക്ലബ്ബായി പള്ളാത്തുരുത്തി. വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച 70ാമത് നെഹ്റു ട്രോഫി ജലമേള ആവേശത്തിരയിളക്കത്തിൽ പുന്നമടക്കായലിൽ നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 1 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റ് അനുവദിക്കാൻ ടൂറിസം വകുപ്പ് സർക്കാർ തീരുമാനിച്ച വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓണാഘോഷങ്ങൾ സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ ഭാഗമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീണ്ടുപോയത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗ് നമുക്ക് അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. കുറെ മാസങ്ങളുടെ തയ്യാറെടുപ്പ് അതിന് വേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ള ടൂറിസം വകുപ്പിന്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിന്റെ ഭാഗമായി CBLന്റെ ബോർഡ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വള്ളംകളി നടത്തിപ്പിനായി 1 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, U. പ്രതിഭാഹരി, കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ മൗന പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരച്ചത്. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടായിരുന്നു. ഫൈനൽ മത്സരത്തിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിച്ചാൽ വീയപുരത്തെ മറികടന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത് തുടർച്ചയായി 5ാം തവണയാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നത്. KMCN ആലപ്പുഴ. ചേർത്തല നഗരസഭ കൃഷിഭവൻ നാഥനില്ലാ കളരിയാകുന്നു എന്ന ആരോപണം. ഓഫീസിൽ പ്രധാന ഉദ്യോഗസ്ഥനില്ലാത്തത് മൂലം കർഷകർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന പരാതി തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. കനാൽക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരസഭാ കൃഷിഭവനിൽ പ്രധാന ഉദ്യോഗസ്ഥൻ ഇല്ലാതായിട്ട് മാസങ്ങളാകുന്നു. തന്മൂലം കർഷകർക്ക് ലഭിക്കേണ്ട പല പദ്ധതികളും വെളിച്ചം കാണാതെ ഫയലിൽ ഒതുങ്ങുകയാണ്. അസിസ്റ്റന്റ് കൃഷി ഓഫീസർക്ക് പദ്ധതി നിർവഹണത്തിനുള്ള അധികാരമുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം ചെയ്യാനാവില്ല എന്ന വസ്തുതയുമുണ്ട്. പല ആവശ്യങ്ങൾക്കായി കർഷകർ എത്തി നിരാശയോടെ മടങ്ങുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ചേർത്തല നഗരസഭാ കൃഷിഭവന്റെ മേലധികാരിയായ കൃഷി ഉദ്യോഗസ്ഥനില്ലാതെ മാസങ്ങളായി. കൃഷി മന്ത്രിയുടെ തട്ടകത്തിൽ ചേർത്തല നഗരസഭയുടെ കീഴിലുള്ള കൃഷിഭവനിൽ മാസങ്ങളായിട്ട് ഇംപ്ലിമെൻ്റ് ഓഫീസറില്ല. ഈ നഗരസഭയുടെ കൃഷിയായി ബന്ധപ്പെട്ട മുഴുവനും പദ്ധതികളും ഈ കൃഷിഭവനിൽ വരുമ്പോൾ അത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ അഭാവമാണ് ഇവിടെയുള്ളത്. 5-6 മാസമായി ഈ കൃഷിഭവനിൽ ഉദ്യോഗസ്ഥനില്ലാതെ നിശ്ചലമായി കിടക്കുകയാണ്. പല പദ്ധതികളും നടപ്പിലാകുന്നില്ല. അസിസ്റ്റന്റ് കൃഷി ഓഫീസർക്കാണ് ചാർജ് കൊടുത്തിരിക്കണമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ അസിസ്റ്റന്റ് കൃഷി ഓഫീസർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി വകുപ്പ് ഓഫീസറിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പദ്ധതികൾ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു? ഇത് പദ്ധതി വിഹിതം ലാപ്സായി പോകുന്നുണ്ടോ? ഒരു കൃഷിമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട MLA കേരളത്തിൻ്റെ കൃഷിമന്ത്രിയാണ്. കൃഷിമന്ത്രിയുടെ കീഴിലുള്ള ഓഫീസിൽ
ഒരു കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത ഒരാളെ തീരുമാനിക്കാനുള്ള ഒരു നിഷേധാത്മക മനോഭാവം. കാരണം വെച്ചാൽ ജനങ്ങളോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണിത്. മാസങ്ങളായി ഈ കൃഷിഭവൻ നാഥനില കളരി ആയിരിക്കുകയാണെന്ന് കാട്ടി പല പരാതി നൽകിയിട്ടും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ സ്ഥിതി തുടർന്നാൽ കർഷകർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടേക്കാം. വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച സംഭവം CK ആശ MLAയെ അപമാനിച്ച വൈക്കം സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവിയാണ് സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. വൈക്കത്ത് വഴിയോര കച്ചവട തൊഴിലാളി സമരത്തിൽ നേതൃത്വം നൽകിയ CPI നേതാക്കളെ മർദ്ദിക്കുകയും സംഭവമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ വൈക്കം MLAയോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്ത വൈക്കം സർക്കിൾ ഇൻസ്പെക്ടറെ വൈക്കത്ത് നിന്നും സ്ഥലം മാറ്റി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. സംഭവത്തിൽ CPI കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു കോട്ടയം ജില്ലാ പോലീസ് ചീഫിന് നൽകിയ പരാതിയിൽ DYSP സാജു വർഗീസിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ചും നടത്തിയിരുന്നു. MLA എന്ന നിലയിൽ ഞാൻ ആ സ്റ്റേഷന്റെ പടിക്കെട്ടുകളിൽ ഇരിക്കുമ്പോൾ പോലും അയാൾ അന്യടുക്കൽ ഒന്ന് വന്നിരുന്ന് അകത്തേക്ക് ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം, അവർക്ക് ജാമ്യത്തിന് ആവശ്യമുള്ള നടപടികൾ ചെയ്യാം എന്നൊരു വാക്ക് പറയാൻ തയ്യാറാകാത്ത CAയെ ഒരു നിമിഷം ഈ വൈക്കം സ്റ്റേഷനിൽ വെച്ചുറപ്പിക്കില്ല എന്ന് അനിശ്ചിതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. സംഭവത്തിൽ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിലും അന്വേഷണം നടന്നുവരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിനെ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു സ്വാഗതം ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള സർവീസ് ക്യാമ്പ് ചേർത്തലയിൽ നടന്നു. ചേർത്തല ടൗൺ NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരുടെയും പാടശേഖര സമിതികളുടെയും കർഷക കൂട്ടായ്മകളുടെയും വ്യക്തികളുടെയും കൈവശമുള്ള കേടുപാടുകൾ കാരണം പ്രവർത്തനരഹിതമായിരിക്കുന്ന കാർഷിക യന്ത്രങ്ങളുടെ തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നതിനാണ് സർവീസ് ക്യാമ്പുകൾ നടത്തിയത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പാണ് ചേർത്തലയിൽ നടന്നത്. മന്ത്രി P പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ ഇവിടെല്ലാം കുറെ നാളുകളായി ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഇത്തരം ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക. ഇത് വളരെ നേരത്തെ തന്നെ നല്ല ദീർഘവീക്ഷണത്തോടെ നമ്മുടെ ഭരണാധികാരികൾ നേതൃരംഗത്തുള്ളവർ കണ്ടു. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ നമുക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്പാവുകയാണ് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ എന്ന പറഞ്ഞാൽ കാംകോ എന്ന സ്ഥാപനം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിലുണ്ടായി. 50 കൊല്ലം മുമ്പ് അങ്ങനൊരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അന്ന് പലരും ധരിച്ചില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും എന്ന്. KG രാജേശ്വരി, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കർഷകരുടെയും പാടശേഖര സമിതികളുടെയും കർഷക കൂട്ടായ്മകളുടെയും വ്യക്തികളുടെയും തകരാർ വന്ന കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കി. യന്ത്രങ്ങളുടെ സ്പെയർ പാർട്സുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ബിൽ തുകയുടെ 25% മുതൽ 100% വരെ പരമാവധി 2500 രൂപ വരെയും ലേബർ ചാർജിന്റെ 25% വരെ പരമാവധി 1000 രൂപ വരെയും അനുവദിക്കുമെന്നും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ചടങ്ങിൽ CK രാജ്മോഹൻ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി, മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാന കാർഷിക എഞ്ചിനീയർ V ബാബു സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമ്പിളി AG നന്ദിയും പറഞ്ഞു. പുന്നപ്രയിൽ യുവാവിനെ ചവിട്ടി കൊലപ്പെടുത്തിയ സംഭവം പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും. ആലപ്പുഴ സെഷൻസ് ജഡ്ജ് ഭാരതി S ആണ് ശിക്ഷ വിധിച്ചത്. 2020 ഒക്ടോബർ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്.
യുവാവിനെ റോഡിലിട്ട് ചവിട്ടി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പുന്നപ്ര പഞ്ചായത്ത് 2-ാം വാർഡിൽ പള്ളി വീട്ടിൽ സുരാജ് എന്ന് വിളിക്കുന്ന ശരത് പ്രസാദിനെയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഭാരതി എസ് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ നൽകാനും ശിക്ഷിച്ചത്. 2020 ഒക്ടോബർ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പാടകയ്ക്കൽ തൈവേളിയിൽ വീട്ടിൽ 42 വയസ്സുള്ള പ്രഭാഷായിരുന്നു കൊല്ലപ്പെട്ടത്. പുന്നപ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആന്റി സോഷ്യലാണ് പ്രതി ശരത് പ്രസാദ്. ദൃക്സാക്ഷികളിൽ ഭൂരിഭാഗവും കൂറുമാറിയ കേസിൽ മരണപ്പെട്ട പ്രഭാഷിന്റെ സുഹൃത്ത് സജി മുകുന്ദന്റെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. പുന്നപ്ര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം യഹിയായിരുന്നു ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ്.എ. ശ്രീമോൻ, അഡ്വക്കേറ്റ് ദീപ്തി, അഡ്വക്കേറ്റ് നാരായൺ ജി അശോക് എന്നിവർ ഹാജരായി. സബ് ഇൻസ്പെക്ടർ ടി രാജേഷ്, CPO അനിൽകുമാർ എന്നിവർ പ്രോസിക്യൂഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. എല്ലാ വീട്ടിലും കൃഷി, എല്ലാ വീട്ടിലും മാലിന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കം. മാടക്കൽ പുളിഞ്ചോട്ടിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പരിപാടി തന്നെയാണ്. നമുക്കെല്ലാവരും വലിയ പ്രശ്നം എങ്ങനെ ഈ വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് പലരും നോക്കുന്നത്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പം കൂടുന്നു. ഏത് വീട്ടിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പിന്നെ ഒക്കത്തില്ല എന്ന് പറയുന്നതാണ് നമ്മൾ വേസ്റ്റായിട്ട്. അതിപ്പോൾ കൂടുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മളത് തന്നെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വളം വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും അതും നമ്മളുടെ വീടുകളിലെ ജൈവമാലിന്യം ഉപയോഗിച്ച് എന്ന ആശയം കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ സന്ദേശ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ച ആലപ്പുഴ നഗരസഭ. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെയും മാലിന്യമുക്തം നവകേരളം 2-ാം ഘട്ട ജനകീയ ക്യാമ്പയിന്റെയും ഭാഗമായാണ് ഘോഷയാത്ര നടത്തിയത്. ടൗൺ ഹാൾ മുതൽ SDV സ്കൂൾ ഗ്രൗണ്ട് വരെ നടന്ന വിളംബര ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് പേർ അണിനിരന്നു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്തം നവകേരളം 2-ാം ഘട്ട പ്രവർത്തനങ്ങളിലൂടെ വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം എന്ന സമ്പൂർണ്ണ ലക്ഷ്യത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായാണ് ബഹുജന പങ്കാളിത്തത്തോടെയുള്ള വർണ്ണാഭമായ ജാഥ സംഘടിപ്പിച്ചത്. ആലപ്പുഴ നഗരസഭ ടൗൺ ഹാൾ മുതൽ പ്ലോട്ടുകളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശ ജാഥയിൽ ജനപ്രതിനിധികൾ, കലാ കായിക രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ, റെസിഡൻസ് പ്രവർത്തകർ, അംഗനവാടി ആശാ വർക്കർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, സന്നദ്ധ യുവജന സംഘടനകൾ, വ്യാപാരി സംഘടനകൾ തുടങ്ങി നഗരത്തിലെ നാനാവിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ശുചിത്വ സന്ദേശം പകരുന്ന ഘോഷയാത്ര ആലപ്പുഴ നഗരവീഥികളെ ആവേശത്തിമിർപ്പിലാക്കി. H. സലാം MLA ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര SDV സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. സമാപന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിൽ തന്നെ, ഇളം തലമുറയിൽ തന്നെ മാലിന്യങ്ങൾ അത് സംസ്കരിക്കേണ്ടതിൻ്റെയും അത് വലിച്ചെറിയാതിരിക്കുകയും ചെയ്യുക എന്നുള്ള സന്ദേശം നമുക്ക് എത്തിക്കേണ്ടത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആ ജനത ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ ശുദ്ധി അതവരുടെ ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധിയാണ്. ഏറ്റവും മികച്ച നിലയിൽ നമ്മുടെ സംസ്ഥാനം പല മേഖലയിലും നമുക്ക് നേട്ടം കരസ്ഥമാക്കാൻ കഴിയുമ്പോഴും ഇന്നും നമുക്ക് ഒരു വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ജലാശയങ്ങളിൽ, നമ്മുടെ പുഴകളിൽ, നമ്മുടെ നദികളിൽ, നമ്മുടെ തോടുകളിൽ ഒക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത ഇന്നും ഏറെ നിലനിൽക്കുകയാണ്. നഗരസഭാ അധ്യക്ഷ KK ജയമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, MR പ്രേം, നസീർ പുന്നക്കൽ, R വിനീത, നഗരസഭാ കക്ഷി നേതാക്കളായ മനു ഉപേന്ദ്രൻ, P രതീഷ്, സലിം മുല്ലാത്ത്, ശുചിത്വ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞാശാൻ,
തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ശുചിത്വ സന്ദേശ റാലി അണിനിരന്ന സ്കൂളുകൾക്കും സംഘടനകൾക്കും നഗരസഭ പുരസ്കാരങ്ങളും നൽകി. SRK ഗ്രാമസേവാ സമിതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും നടന്നു. ഗ്രാമസേവാ സമിതിയുടെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി നടത്തിവരുന്ന പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് ശിവജി ചാരങ്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസേവാ സമിതിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. വനിതകൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും തയ്യൽ മെഷീനുകളും കുട്ടികൾ പഠിക്കാവുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പുകളും ഇനി അടുത്തത് നമുക്ക് കുട്ടികൾക്ക് സൈക്കിൾ വരുന്നുണ്ട്. പരമാവധി വില കുറച്ച്, ഞാൻ 80% ഒന്നും പറയുന്നില്ല, എങ്കിലും പരമാവധി വില കുറച്ച് അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അത് വ്യാപകമായി എല്ലായിടത്തും എത്തിക്കാനുള്ള കഴിവതും സ്പോൺസർമാരെയൊക്കെ കണ്ടെത്തി നമ്മൾ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഗൃഹോപകരണങ്ങളുടെ സംവിധാനങ്ങളും വരുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ നാടിന് പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. ഗ്രാമസേവാ സമിതി വൈസ് പ്രസിഡന്റ് ടിൻസിമോൾ ജോസി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അഗർവാൾ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നത്. ഗ്രാമസേവാ സമിതി സെക്രട്ടറി VM ശശികുമാർ, ഖജാൻജി പ്രദീപ്, മറ്റ് കമ്മിറ്റി അംഗങ്ങളായ വിശ്വൻ, പ്രീതി, ആതിര, പാലിയേറ്റീവ് കെയർ ചീഫ് കോർഡിനേറ്റർ സുജാത മോഹൻ, അസിസ്റ്റന്റ് മീനു ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗനവാടി പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു. വൈക്കം വ്യാപാര ഭവനിൽ നടന്ന സംഗമത്തിൽ 100ഓളം അംഗനവാടി അധ്യാപക അനധ്യാപകർ പങ്കെടുത്തു. വൈക്കം പ്രോജക്ട് അംഗനവാടി പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പങ്കജവല്ലിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമം സെക്രട്ടറി TP സുശീല ഉദ്ഘാടനം ചെയ്തു. സംഗമം ഇവിടെ ഇന്ന് കൂടുവാണ്. അത് അംഗൻവാടി ജീവനക്കാരുടെ കുറേ പ്രശ്നങ്ങളും കൂടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സൂര്യന് കീഴിലുള്ള എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാവിധ പ്രവർത്തനത്തിലും ഞങ്ങൾ പങ്കെടുക്കണം. എന്താണെന്നറിയോ, ഒരു യോഗം നടക്കുവാണെങ്കിൽ ഹാള് നിറയ്ക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോകും. കുറേ ആൾക്കാർ ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് അങ്ങനെയുള്ള അവസരത്തിലും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് അന്നും പൈസ ഇല്ല, ഇന്നും ശമ്പളമോ പെൻഷനോ ഒന്നും കിട്ടുന്നില്ല. സാമ്പത്തികമായി ദുർബലരായ അംഗനവാടി ജീവനക്കാരിലധികവും ക്യാൻസർ, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളുടെ പിടിയിലാണ്. വൈക്കം ICDS പ്രോജക്ടിന്റെ കീഴിൽ വിരമിച്ച അധ്യാപക അനധ്യാപകർ 282 പേരുണ്ട്. 2022 മുതൽ വിരമിച്ചവർക്കുള്ള റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കുന്നില്ല. അംഗനവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന സുപ്രീംകോടതി വിധിയെ തുടർന്ന് സർക്കാരിനെ സമീപിച്ചിട്ടും ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും ജീവനക്കാർ ആരോപിച്ചു. അംഗനവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളതാണെന്നും ആ ഗ്രാറ്റുവിറ്റി അനുവദിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു വിധി സുപ്രീംകോടതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിവരങ്ങളും ഞങ്ങൾക്കിതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ഓഫീസുപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഡയറക്ടറേറ്റിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ അറിവ്. പക്ഷേ അതിൻ്റെ ഇന്ന് നാളെ ഇതുവരെ അതിൻ്റെ ഒരു വിവരങ്ങളും ഇല്ല. ഞങ്ങൾക്ക് ആ ഗ്രാറ്റുവിറ്റി അനുവദിച്ചു തരണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ്. ദീർഘകാലത്തെ സർവീസ് കണക്കിലെടുത്താൽ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തികച്ചും അപര്യാപ്തമാണെന്നും പ്രായത്തിന്റെ അവശതകളും രോഗങ്ങളും തളർത്തുന്ന തങ്ങൾക്ക് വൈദ്യസഹായം ഉറപ്പാക്കാനും പെൻഷൻ തുക കാലോചിതമായി പരിഷ്കരിച്ച് കൃത്യമായി വിതരണം ചെയ്യാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വിരമിച്ച അംഗനവാടി അധ്യാപക അനധ്യാപക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇന്ന് എന്തുമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കിടക്കണത്തുനിന്ന് എഴുന്നേക്കാൻ പോലും പാടില്ല. അവർക്കൊരു വൈദ്യസഹായം, ഈ പെൻഷൻ പറ്റിയവർക്ക് തീരെ അവശതയോ മാറാരോഗങ്ങളൊക്കെ വരുന്നവർക്കൊരു വൈദ്യസഹായത്തിനുള്ള ഒരു പദ്ധതി സർക്കാർ തരണം. ട്രഷറർ രാധാമണിയമ്മ, എൽസമ്മ തോമസ്, SR ശ്രീദേവി, ഭദ്രകുമാരി, KS ലീലാമ്മ, PK ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാര ഭവനിൽ നടന്ന സംഗമത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. സംഗമത്തിൽ മരണപ്പെട്ട സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലിയും അർപ്പിച്ചു. ചേർത്തല സെന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസിയിൽ ഫാം D, B.Pharm വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ നടന്നു. ലൂർദ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോർജ് സെക്രറിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ ഡോക്ടർ P. ജയശേഖർ കോൺവെക്കേഷൻ സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. കോളേജ് ഡയറക്ടർ ബെറ്റി കാർല അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ കവിത വാസുദേവൻ കുട്ടികൾക്ക് ഫാർമസി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ സിസ്റ്റർ സിസിൽ തെരേസ MSJ നിർമ്മല പ്രോവിൻസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെയ്സി PA സ്വാഗതവും പ്രൊഫസർ ഡോക്ടർ ബോബി ജോൺസ് G നന്ദിയും പറഞ്ഞു. ഡോക്ടർ CB ജോസഫ്, പ്രൊഫസർ താഹിമോൻ PA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
എന്താ പറയുക, ഈ കോൺഫിഡൻസും കമ്മിറ്റ്മെൻറ്റും കമ്പാഷനും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം നിങ്ങൾ വിശ്വസിച്ചാണ് പോകുന്നത്. ധാർമ്മികതയ്ക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു നിലപാട് എടുക്കേണ്ടി വരികയാണെങ്കിൽ ജോലി രാജിവെച്ചു പോകും. കാരണം നിങ്ങൾ പഠിച്ച പ്രൊഫഷൻ അത് ഓരോ മനുഷ്യനോടുള്ള ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ ദൈവതുല്യമായിട്ട് ഏറ്റെടുക്കുന്ന കടമയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെയുള്ള ധാർമ്മികത എല്ലാവരും തന്നെ ഉയർത്തിപ്പിടിക്കണം എന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ധാർമ്മികത നിങ്ങൾ പ്രൊഫഷനിൽ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഈ ബിരുദത്തിന് അർത്ഥമുണ്ടാവുകയും. അറിയിപ്പ്: സാമൂഹ്യ വിരുദ്ധർ ഒപ്റ്റിക്കൽ ഫൈബർ നശിപ്പിച്ചതിനാൽ ദൃശ്യ നെറ്റ്വർക്കിന്റെ കീഴിൽ വരുന്ന വൈക്കം ചെമ്മനത്തുകര ഏരിയയിൽ കേബിൾ TV, ഇന്റർനെറ്റ് എന്നിവയ്ക്ക് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടൻ. ചരിത്രം കുറിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായ 5 തവണ നെഹ്റു ട്രോഫി നേടുന്ന ക്ലബ്ബായി പള്ളാത്തുരുത്തി. ചേർത്തല നഗരസഭാ കൃഷിഭവൻ നാഥനില്ലാ കളരിയാകുന്നു എന്ന ആരോപണം. ഓഫീസിൽ പ്രധാന ഉദ്യോഗസ്ഥനില്ലാത്തത് മൂലം കർഷകർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന പരാതി തുടങ്ങിയിട്ട് മാസങ്ങളാകും. വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച സംഭവം CK ആശ MLA അപമാനിച്ച വൈക്കം സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവിയാണ് സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള സർവീസ് ക്യാമ്പ് ചേർത്തലയിൽ നടന്നു. ചേർത്തല ടൗൺ NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.